multi-billion-dollar ആസ്തിയുള്ള ചിപ്പ് നിർമ്മാണ രംഗത്തെ ഭീമന്മാരെ വെല്ലുവിളിക്കാൻ ഒരു ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് മുന്നോട്ട് വരുന്നു. ഇതൊരു സാധാരണ ബിസിനസ് മത്സരം മാത്രമല്ല, സാങ്കേതികവിദ്യയുടെ ഭാവിയെ തന്നെ നിർണ്ണയിക്കുന്ന ഒരു പോരാട്ടമാണ്. അപ്പോൾ ഈ കളിയിൽ ഇന്ത്യയുടെ സ്ഥാനം എവിടെയായിരിക്കും? നമുക്കൊന്ന് നോക്കാം. ഒന്നാലോചിച്ച് നോക്കൂ, നിങ്ങൾ അവസാനമായി ഒരു QR കോഡ് സ്കാൻ ചെയ്തത് എപ്പോഴാണ്? ചിലപ്പോൾ ഒരു ചായ കുടിക്കാൻ, അല്ലെങ്കിൽ കുറച്ച് പച്ചക്കറി വാങ്ങാൻ, അല്ലേ? എന്നാൽ നമ്മൾ വളരെ നിസ്സാരമായി കാണുന്ന ആ ഒരു ഇടപാടിന് പിന്നിൽ ലോകശക്തികൾ തമ്മിലുള്ള ഒരു വലിയ മത്സരത്തിന്റെ കഥയുണ്ട്. അതെങ്ങനെയാണെന്നല്ലേ? നേരത്തെ പറഞ്ഞ ആ 30 രൂപയുടെ ക്യാരറ്റ് ഇടപാട് തന്നെ എടുക്കാം. നിങ്ങളുടെ ഫോണിൽ നിന്ന് പണം ആ കടക്കാരന്റെ അക്കൗണ്ടിലേക്ക് എത്തുമ്പോൾ അതിനിടയിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നമുക്ക് കാണാൻ കഴിയാത്തൊരു വലിയ സാങ്കേതിക ശൃംഖലയാണ് അവിടെ പ്രവർത്തിക്കുന്നത്. നമുക്ക് ആ ശൃംഖലയുടെ ഹൃദയത്തിലേക്കൊന്ന് പോയി നോക്കാം. ഈ കാണാനാവാത്ത ഡിജിറ്റൽ ലോകം മുഴുവൻ നിർമ്മിച്ചിരിക്കുന്നത് ഒരേയൊരു അടിസ്ഥാന വസ്തു ഉപയോഗിച്ചാണ്: സിലിക്കൺ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സെമി കണ്ടക്ടർ ചിപ്പ്. വളരെ ലളിതമായി പറഞ്ഞാൽ, നമ്മുടെ കയ്യിലുള്ള ഫോൺ മുതൽ പച്ചക്കറിക്കടയിലെ സൗണ്ട് ബോക്സ് വരെ, എന്തിന് നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ഡിജിറ്റൽ ഉപകരണങ്ങളെയും പ്രവർത്തിപ്പിക്കുന്നത് ഈ കുഞ്ഞൻ ചിപ്പുകളാണ്. ഇവയാണ് ആ ഉപകരണങ്ങളുടെയൊക്കെ തലച്ചോറ്. ഇവയില്ലാതെ ഇന്നത്തെ ഈ ഡിജിറ്റൽ ലോകം നമുക്ക് സങ്കൽപ്പിക്കാൻ പോലും പറ്റില്ല. ഇനി നമുക്ക് ഈ വ്യവസായത്തിന്റെ വലിപ്പത്തെക്കുറിച്ചൊന്ന് സംസാരിക്കാം. ഇത് ചില്ലറ കളിയല്ല. ഇവിടെ മത്സരിക്കുന്നത് സാധാരണ കമ്പനികളുമല്ല, ചിലപ്പോൾ രാജ്യങ്ങളെക്കാൾ ശക്തരായ ടെക് ഭീമന്മാരാണ്. ഈ രംഗത്ത് പ്രധാനമായും 3 തരം കളിക്കാരുണ്ട്. ആദ്യത്തെ കൂട്ടർ ഫാബ്ലെസ് കമ്പനികളാണ്, എൻവിഡിയൊക്കെ പോലെ. അവർ ചിപ്പുകൾ ഗംഭീരമായി ഡിസൈൻ ചെയ്യും, പക്ഷേ സ്വന്തമായി നിർമ്മിക്കില്ല. രണ്ടാമത്തെ വിഭാഗമാണ് ഫൗണ്ടറികൾ. തായ്വാനിലെ TSMC ഒക്കെ ഇതിനുദാഹരണമാണ്. ഇവർ മറ്റുള്ളവർ ഡിസൈൻ ചെയ്ത ചിപ്പുകൾ നിർമ്മിച്ചു കൊടുക്കും. പിന്നെ എന്റൽ, സാംസങ് പോലെയുള്ള ഇൻ്റഗ്രേറ്റഡ് കമ്പനികൾ. ഇവർ ഡിസൈനും ചെയ്യും, നിർമ്മാണവും സ്വന്തമായി തന്നെ നോക്കും. ഈ ചിപ്പ് നിർമ്മാണമെന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒരു സിലിക്കൺ ഡിസ്കിൽ അതിസൂക്ഷ്മമായ ലേസർ ഉപയോഗിച്ച് കോടിക്കണക്കിന് സർക്യൂട്ടുകൾ കൊത്തിയെടുക്കുന്നൊരു പ്രക്രിയയാണിത്. ഒരു തലമുടിയുടേക്കാൾ ആയിരക്കണക്കിന് മടങ്ങ് ചെറുതാണിതിലെ ഓരോ ഭാഗവും. അത്രയ്ക്ക് സങ്കീർണമാണ് ഈ വേലപ്പാട്. ശരി, ഇതിന്റെ ഒരു ചെലവ് എത്ര വരുമെന്നറിയാമോ? ഈ സംഖ്യയിലേക്കൊന്ന് നോക്കൂ: $300 മില്യൺ. അതെ, ഇത് ASML എന്ന ഡച്ച് കമ്പനിയുടെ ഒരൊറ്റ അത്യാധുനിക ചിപ്പ് നിർമ്മാണ മെഷീന്റെ വിലയാണ്. ഈ ഒരു മെഷീൻ കൊണ്ടുപോകാൻ തന്നെ ഒന്നിലധികം 747 വിമാനങ്ങൾ വേണം. അപ്പോൾ ഊഹിക്കാമല്ലോ ഇതിന്റെ ഒരു വലിപ്പം. അപ്പോൾ കോടിക്കണക്കിന് ഡോളറുകൾ വാഴുന്ന ഈ ഭീമന്മാരുടെ ലോകത്തേക്കാണ് ഇന്ത്യയിൽ നിന്ന് ഒരു ചെറിയ സ്റ്റാർട്ടപ്പ് കാലെടുത്തു വയ്ക്കുന്നത്. അവരുടെ കഥയാണ് നമ്മളിനി വിശദമായി നോക്കാൻ പോകുന്നത്. സിലിക്കൺ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഭ്രാന്തുണ്ടായിരിക്കണം. ഇത് പറഞ്ഞത് മൈൻഡ്ഗ്രോവ് എന്ന സ്റ്റാർട്ടപ്പിന്റെ CTO ശരൺ ശ്രീനിവാസാണ്. ഈ ഒരൊറ്റ വാചകത്തിൽ തന്നെയുണ്ട് അവരേറ്റെടുത്ത വെല്ലുവിളിയുടെ ആഴം. പക്ഷേ മൈൻഡ്ഗ്രോവിന്റെ തന്ത്രം വളരെ മികച്ചതായിരുന്നു. അവർ ആപ്പിളിന്റെ ഏറ്റവും പുതിയ 3 നാനോമീറ്റർ ചിപ്പുകളോടല്ല മത്സരിക്കുന്നത്. കാരണം നാനോമീറ്റർ കുറയുന്തോറും ചിപ്പിന്റെ ശക്തിയും വിലയും കൂടും. പകരം അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് 28 നാനോമീറ്റർ ചിപ്പുകളിലാണ്. നമ്മുടെ വീട്ടിലെ സ്മാർട്ട് സ്പീക്കറുകൾ, AC, വാഷിംഗ് മെഷീൻ പോലുള്ള ഉപകരണങ്ങൾക്ക് ഇത് ധാരാളമാണ്. ഇതിന് വില കുറവാണ്, ആവശ്യക്കാർ കൂടുതലുമാണ്. ഏതൊരു വലിയ യാത്രയും തുടങ്ങുന്നത് ഒരു ചോദ്യത്തിൽ നിന്നായിരിക്കുമല്ലോ. മൈൻഡ്ഗ്രോവിന്റെ സ്ഥാപകർക്ക് അതിതായിരുന്നു. IIT മദ്രാസിലെ തങ്ങളുടെ പ്രൊഫസറോട് അവർ ചോദിച്ച ഒരു ലളിതമായ ചോദ്യം: സർ, ഞങ്ങൾക്കെപ്പോഴാണ് ഒരു ചിപ്പ് കിട്ടുക? ആ പ്രൊഫസർ നൽകിയ മറുപടിയാണ് എല്ലാത്തിനും തുടക്കമിട്ടത്. നിങ്ങളതുണ്ടാക്കുമ്പോൾ അത് വരും. ആ ഒരൊറ്റ മറുപടിയാണ് സ്വന്തമായൊരു ചിപ്പ് ഡിസൈൻ ചെയ്യാൻ അവർക്ക് പ്രചോദനമായത്. അപ്പോൾ അസാധ്യമെന്ന് തോന്നുന്ന ഈ ദൗത്യം ഒരു ചെറിയ സ്റ്റാർട്ടപ്പ് എങ്ങനെയാണ് ആരംഭിച്ചത്? അവർക്കൊരു രഹസ്യായുധമുണ്ടായിരുന്നു: സവിശേഷമായൊരു സപ്പോർട്ട് സിസ്റ്റം. സത്യത്തിൽ അവർ 0 നിന്നല്ല തുടങ്ങിയത്. IIT മദ്രാസിലെ ലാബിൽ ഗവേഷണത്തിന്റെ ഭാഗമായി ശക്തി എന്ന പേരിൽ ഒരു പ്രോസസർ നേരത്തെ തന്നെ വികസിപ്പിച്ചിരുന്നു. അതായിരുന്നു അവരുടെ അടിത്തറ. പിന്നീട് മൈൻഡ്ഗ്രോവ് ആ അക്കാഡമിക് കണ്ടുപിടുത്തത്തെ ഏറ്റെടുത്ത് വിപണിക്ക് ആവശ്യമുള്ളൊരു കൊമേഴ്ഷ്യൽ പ്രൊഡക്റ്റാക്കി മാറ്റി. ഇതാണ് മൈൻഡ്ഗ്രോവിന്റെ ആ രഹസ്യായുധം. സാധാരണ ഒരു സ്റ്റാർട്ടപ്പിന് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ് അവർക്ക് കിട്ടിയത്. കോടിക്കണക്കിന് രൂപയുടെ ഡിസൈൻ സോഫ്റ്റ്വെയറുകൾ, റെഡിയായ ഇൻഫ്രാസ്ട്രക്ചർ, പരാജയപ്പെട്ടാലും വീണ്ടും ശ്രമിക്കാനുള്ള അവസരം, പിന്നെ സർക്കാർ പിന്തുണയും. ഇതെല്ലാം IIT മദ്രാസിന്റെ എക്കോസിസ്റ്റം അവർക്ക് നൽകി. ഇനി നമുക്ക് വീണ്ടും ആ വലിയ ചിത്രത്തിലേക്ക് വരാം. ഇത് ഒരു കമ്പനിയുടെ മാത്രം കഥയല്ല. ചിപ്പുകൾ ഒരു രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രപരമായ ആസ്തിയായി മാറുന്ന ഒരു ആഗോള മാറ്റത്തിന്റെ കഥ കൂടിയാണിത്. 20-ാം നൂറ്റാണ്ടിൽ എണ്ണയുടെ നിയന്ത്രണം ആരുടെ കയ്യിലായിരുന്നോ അവരായിരുന്നു ലോകത്തെ നിയന്ത്രിച്ചത്. അതുപോലെ ഈ 21-ാം നൂറ്റാണ്ടിൽ ആരുടെ കയ്യിലാണോ സെമി കണ്ടക്ടർ ചിപ്പുകളുള്ളത് അവരായിരിക്കും ടെക്നോളജിയുടെയും അതുവഴി ലോകത്തിന്റെയും ഗതി നിർണ്ണയിക്കാൻ പോകുന്നത്.
അതുകൊണ്ടാണ് ഇന്ന് ഇന്ത്യയെപ്പോലുള്ള രാജ്യങ്ങൾ സ്വന്തമായി ചിപ്പ് നിർമ്മിക്കാൻ ഇത്രയധികം പണം മുടക്കുന്നത്. ഇതിന് പ്രധാനമായും 3 കാരണങ്ങളുണ്ട്. 1. സാമ്പത്തികമായി മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക. 2. ദേശീയ സുരക്ഷയുടെ ഭാഗമായി നിർണായക സാങ്കേതിക വിദ്യയിൽ സ്വയം പര്യാപ്തത നേടുക. പിന്നെ ഏറ്റവും പ്രധാനമായി രാജ്യത്തെ കോടിക്കണക്കിന് യുവജനങ്ങൾക്കായി പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക. അപ്പോൾ ഈ ഡിജിറ്റൽ ലോകം മുഴുവൻ പടുത്തുയർത്തുന്നത് സിലിക്കണിലാണ്. ചോദ്യം ഇതാണ്: ആരായിരിക്കും അതിന്റെ ശില്പിയാകാൻ പോകുന്നത്? ഈ ചോദ്യം സാങ്കേതിക ശക്തിയുടെ ഭാവിയെക്കുറിച്ചുള്ള ഒരു വലിയ ഓർമ്മപ്പെടുത്തലാണ്.